രാഷ്ട്രീയ നേതൃത്വം ജമാഅത്തെ ഇസ്ലാമി ഏറ്റെടുത്തതായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ്. ജമാഅത്തെ ഇസ്ലാമിയാണ് UDFിന്റെ പ്രചാരണ മുദ്രാവാക്യങ്ങൾ നിശ്ചയിക്കുന്നതെന്നും സ്വരാജ് പറഞ്ഞു. കടുത്ത ഇടതുപക്ഷ വിരുദ്ധത പ്രചരിപ്പിക്കുന്നതായി അവർ മാറി. അപ്പോൾ അതിനെ വിമർശിക്കേണ്ടതായും തുറന്നു കാട്ടേണ്ടതായും വരും. ജമാഅത്തെ ഇസ്ലാമി അവരുടെ പ്രസിദ്ധീകരണങ്ങളിലൂടെയും ചാനലിലൂടെയും സമൂഹത്തിന്റെ മുമ്പാകെ കൊണ്ടുവരുന്ന മുദ്രാവാക്യങ്ങൾ തൊട്ടടുത്ത ദിവസം ലീഗിന്റെയും കോൺഗ്രസിന്റെയും മുദ്രാവാക്യമായി മാറുന്നുവെന്നും സ്വരാജ് കുറ്റപ്പെടുത്തി. ജമാഅത്തെ ഇസ്ലാമി ആർക്ക് വോട്ട് ചെയ്യുന്നു എന്നത് അവരുടെ കാര്യമെന്നും അവർക്ക് അവരുടേതായ തന്ത്രമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. VD സതീശനെയും സ്വരാജ് വിമർശിച്ചു. ഗോൾ വർക്കറുടെ ജന്മശതാബ്ദി ആഘോഷത്തിൽ പങ്കെടുത്തതിൽ പ്രതിപക്ഷ നേതാവിന് മറുപടിയില്ല. വർഗീയ വലതുപക്ഷ സഖ്യത്തിന്റെ സാക്ഷ്യപ്പെടുത്തലാണിത്. മതനിരപേക്ഷ കേരളത്തോട് പ്രതിപക്ഷ നേതാവ് മാപ്പ് പറയണം. RSSുമായോ ജനസംഘവുമായോ CPM സഹകരിച്ചിട്ടില്ല. തൃപ്പൂണിത്തുറയിൽ BJP കോൺഗ്രസ് ഡീലുണ്ടെന്നും കൊച്ചിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ M സ്വരാജ് പറഞ്ഞു. EMSനെ തോൽപ്പിക്കാൻ കോൺഗ്രസും RSSും കൈകോർത്തുവെന്ന് അദ്ദേഹം പറഞ്ഞു. AKGയെ തോൽപ്പിക്കാനും ഇതേ ഡീലുണ്ടായി. എന്നാൽ ഈ പരീക്ഷണങ്ങളെല്ലാം ജനങ്ങൾ തള്ളിക്കളഞ്ഞു. ഇടതുപക്ഷത്തിനെതിരെ എല്ലാ കാലത്തും ഈ കൂട്ടുകെട്ട് ശക്തമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. വയനാടിനായി പിരിച്ച പണത്തെക്കുറിച്ചുള്ള വ്യക്തമായ കണക്ക് പുറത്തു കൊണ്ടുവരണം. ഏത് അക്കൗണ്ടിലാണ് പണം, എത്ര പണം കിട്ടിയെന്നും വ്യക്തമാക്കണം. വയനാട് ദുരിതാശ്വാസത്തിൽ കോൺഗ്രസ് പിരിച്ച പണം എവിടെയെന്ന് വ്യക്തമാക്കണം. മൃതശരീരങ്ങൾ കാണിച്ച് ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത പണമാണ്. ഇതെവിടെ, എന്ത് ചെയ്തു എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം സംഘടനയ്ക്കുണ്ടെന്നും M സ്വരാജ് വ്യക്തമാക്കി. BJPയിലെ പല സ്ഥാനാർത്ഥികളും കോൺഗ്രസിന്റെ സംഭാവനയാണെന്നും അദ്ദേഹം പറഞ്ഞു. എറണാകുളം വടവുകോട് NDAയുടെ ഘടകകക്ഷിയായ 2020യുടെ സഹകരണത്തോടെയാണ് കോൺഗ്രസ് ഭരണം കൊണ്ടുപോകുന്നത്. ഇങ്ങനെ പല സ്ഥലത്തും സഹകരണമുണ്ട്. ഇതെല്ലാം അവസാനിപ്പിച്ചിട്ട് പ്രതിപക്ഷ നേതാവ് ഡീലിനെ കുറിച്ച് പറഞ്ഞാൽ മതി. ഡീൽ എന്നത് കോൺഗ്രസ് ഉപയോഗിക്കുന്നത് അവർക്ക് വളരെ പരിചിതമായ വാക്കായതുകൊണ്ടാണെന്നും M സ്വരാജ് പറഞ്ഞു.